Yeah.
ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന രാത്രിക്കാണ് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ മുഖത്തും ഗ്രഹിച്ചുവാൻ, ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ ദൈവടയാക്കിയ എല്ലാ കൃപകളെ ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുകയും കർത്താവിന് നന്ദി പറയുകയും ചെയ്യുന്നു. കഴിഞ്ഞ 7 ദിനരാത്രങ്ങളായി നടന്നുകൊണ്ടിരുന്ന പ്രാർത്ഥനയുടെ ഒരു സമാപന യോഗമാണ് ഇവിടെ നടക്കുന്നത്. ഇനി നമുക്ക് പ്രിയപ്പെട്ട പലരും കടന്നു വരേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഡ്യൂട്ടിയുടേതായ ചില വ്യത്യാസങ്ങൾ ഉണ്ടായതുകൊണ്ട് കടന്നു വരുവാൻ സാധിച്ചില്ല. ഇന്ന് രാത്രിയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ബഹുമാന്യരായ ദൈവമക്കൾ, ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ സൈച്ചായനെ, വർഷിപ്പിന് നേതൃത്വം കൊടുത്ത പ്രിയ സാറേം ജോനും, അതുപോലെ തന്നെ ദൈവസഭയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പ്രിയപ്പെട്ടവർ, കുഞ്ഞുങ്ങൾ, ഇന്ന് ഈ ദൈവസഭയുടെ പ്രിയപ്പെട്ടവരുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ സമീപമുള്ള സഭകളിൽ നിന്നൊക്കെ കടന്നു വന്ന പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് എൽഷദായ് മിനിസ്ട്രിയുടെ പ്രിയ സഹോദരങ്ങളെ, പ്രിയ റോയിച്ചാനെ, വിടുതരെ എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. ദൈവസഭയിൽ കഴിഞ്ഞ നാളുകളിൽ വളരെ ശക്തമായി മുൻപിൽ പ്രവർത്തിച്ച പ്രിയ വിനോദ് ബ്രദറും ഇന്ന് രാത്രി നമ്മുടെ കൂടെ ഉണ്ട്. ഒത്തിരി സന്തോഷം. കർത്താവിന്റെ മകനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും, പല ഇവിടെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഈ പ്രദേശത്തുള്ള പ്രിയപ്പെട്ട ദൈവമക്കൾ പല സഭകളിൽ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഓടി വന്നിവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് പലപ്പോഴായി കൂടി വന്നിട്ടുണ്ട്. എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. കുറച്ച് സമയങ്ങളും കൂടെ നമുക്ക് ദൈവത്തെ ആരാധിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും
പലർക്കും ഡ്യൂട്ടിക്ക് കടന്നു വേണ്ടതായിട്ടുണ്ട്. യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ടും വണ്ടിയിൽ വെച്ചുകൊണ്ടും ഒക്കെ വന്ന പ്രിയപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് അങ്ങനെ അധികം സമയങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. എത്രയും വേഗം ഇത് അവസാനിപ്പിക്കുവാൻ, ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ ഉപവാസം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായിരുന്നു വിശ്വസിക്കുന്ന ദൈവമക്കൾ അക്കാരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. കർത്താവ് ഈ രാത്രിയിൽ നമുക്ക് ആ കൃപകളെ നൽകട്ടെ. സ്തോത്രം. വീശാനെ പ്രാർത്ഥന എഴുതിയാനിടയായിട്ടുള്ള കർത്താവ് ദാസൻ എഴുതിയപ്പോൾ നമ്മെ ഓർപ്പിച്ച ഒരു ഭാഗം പ്രാർത്ഥന ഉരുവിട്ടത് ദൈവിക അഭിഷേകം താൻ എല്ലാവരും നിറയപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ അഭിഷേകം കൊണ്ട് ദൈവത്തിന്റെ മക്കളെ ദൈവം നിറയ്ക്കുന്ന ഒരു രാത്രി കൂടിയാണ്. ഹല്ലേലൂയ. അഭിഷേകത്തിന് ചിലതൊക്കെ ചെയ്തെടുക്കുവാനായിട്ട് ഇന്ന് രാത്രിയിൽ എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നുണ്ട്. എന്റെ ദൈവം ചിലതിനെ അത് എന്റെ കുടുംബത്തിനകത്ത് ചെയ്തെടുക്കും. അഭിഷേകത്തിന് ചിലതിനെ ചെയ്തെടുക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങൾ ഒന്നുകൂടെ ഉയർത്തി അടിച്ചു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാത്രിയുടെ ഈ സമാപന യോഗത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തെടുക്കുന്ന രാത്രിക്കായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അറ്റുപോയ കണ്ണികളെ കൂട്ടിച്ചേർക്കുന്ന ഒരു രാത്രിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നഷ്ടപ്പെടുത്തുമെന്ന് പറയുന്ന ചില അവകാശങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് മടക്കി നൽകി ഇന്ന് രാത്രിയിൽ ചിലതിനെ പുതിയതായി സ്ഥാപിക്കുന്ന രാത്രിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രതീക്ഷകൾ തകർന്നു പോയത്തെ ഇന്ന് രാത്രിയിൽ ദൈവം ചിലതിനെ പണിയുന്നു. ചിലതിനെ പണിയുന്നു. ശത്രു തകർത്തെറിഞ്ഞ ചില വിഷയത്തെ ഇന്ന് രാത്രിയിൽ തീ പണിയുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നിന്നെ എന്റെ കർത്താവിന് ആവശ്യമുണ്ട്. സഹോദര ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. സഹോദരി കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. ഈ അഭിഷേകത്തെ ഒന്ന് തൊട്ടാട്ടെ. ഈ ലജ്ജിതനായി തീരത്തില്ല. നീ നാണം കെട്ട് പോകത്തില്ല. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ചൊരു ദൈവത്തിന്റെ കുഞ്ഞ്, പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിക്കുന്ന ദൈവത്തിന്റെ ദാസൻ, ദൈവത്തിന്റെ ദാസി, ആത്മാവിൽ അവൻ കുതിച്ചു കയറോ. കഴുകനെ പോലെ ചിറകടിച്ചവൻ കയറും. ഇന്ന് രാത്രിയിൽ ചിലത് ചിറകടിച്ചു കയറുകയാണ്. ചിറകരിഞ്ഞു പോയ, ചിറകോ അറ്റുപോയ ചില മേഖലകളിലേക്ക് ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ കൈ വന്ന് അതിനെ ചിറകടിച്ചു കയറും. ഞാൻ ചിറകടിച്ചു കയറോ. എന്റെ കൂടാരം ചിറകടിച്ചു കയറോ. എന്റെ തലമുറ ചിറകടിച്ചു കയറോ. ഹല്ലേലൂയ. ക്ഷീണിച്ചു പോകാതെ നടക്കുകയോ തളർന്നു പോകാതെ ഓടാനുമുള്ള ഒരു വലിയ anointing ഇന്ന് രാത്രിയിൽ ദൈവം പകർന്നു കുറിക്കുന്ന കൃപയോഗ്യം ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ തീ കത്തിപ്പടർന്നിരിക്കാൻ അത്തിയുടെ അഭിഷേക ചിലരുടെ കത്തിപ്പടർന്നിരിക്കാൻ നിരാശകളുടെ കൊണ്ട് ഈ രാത്രിയിൽ ഈ കസേരയിൽ വന്നിരിക്കുന്ന ചിലരുണ്ട്. അവരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, ഇല്ല ഇല്ല, നിന്റെ നിരാശകളെ പ്രത്യാശയാക്കി മാറ്റുന്ന, നിന്റെ ഇല്ലായ്മകളെ നന്മയുടെ കവാടങ്ങളാക്കി മാറ്റുന്ന ഇത് രാത്രി ആരൊക്കെയോ ഇതിനെ കൊടുക്കുന്നുണ്ട്. ഈ തീയെ ഒന്ന് തൊട്ടാട്ട് കുഞ്ഞ്, ഈ തീ നിന്നെ രാത്രി പുതുക്കുകയാണ്. വേണ്ടാത്തതിനെ കരിച്ചു കളഞ്ഞ് നിന്റെ ജീവിതത്തിൽ സ്ഥാപിക്കേണ്ടതിനെ സ്ഥാപിക്കുന്ന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ ആലയത്തിന്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ വ്യാപരിക്കുന്ന ദൈവങ്ങളൊക്കെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. Hallelujah, hallelujah, in the mighty name, hallelujah. Oh, thank you Jesus, thank you Jesus, thank you Jesus, thank you Jesus. Hallelujah, 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 hallelujah. പ്രിയ ദൈവമക്കളെ, ആ അഭിഷേകം ഇന്ന് രാത്രിയിൽ നമ്മുടെ മേൽ അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
പ്രാപിച്ചുകൊണ്ട് മാത്രമേ ദൈവമക്കൾ എഴുന്നേൽക്കാവുള്ളൂ. ഹല്ലേലൂയ. അവസാന ചില മിനിറ്റുകൾ നമ്മുടെ ദൈവത്തിന് ആത്മാവിൽ ആരാധന അർപ്പിച്ച് കർത്താവ് അനുഭവിച്ച് പ്രാപിച്ചു മടങ്ങുന്ന അതേ സമയങ്ങൾ കൂടെ നാം വേർതിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ രാത്രി വേള കടന്നു ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിച്ചു. കുടുംബം അതേ പ്രിയപ്പെട്ടവരൊക്കെ കടന്നു വന്നിട്ടുള്ളവരെയും അവിടുന്ന് കർത്താവ് സഹായിക്കട്ടെ. വന്ദനം അത് നേരുന്നു. സ്തോത്ര. ഈ രാത്രി വേള ചിന്തയ്ക്കായിട്ട് ലേവ്യ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ലെവിറ്റിക്സ് chapter 6 verse 30. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കണം. സ്തോത്രം. അനുഗ്രഹിക്കുന്ന വചനത്തിനാണ് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ലേവ്യ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. യാഗപീഠത്തിന്റെ മേലെ തീ എന്ത് ചെയ്യണം? കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ യാഗപീഠത്തിന്റെ മേൽ അത് വെളിപ്പെടുന്ന തീക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ആ തീ എപ്പോഴും എന്ത് ചെയ്യുക? കത്തിക്കൊണ്ടിരിക്കണം. എല്ലാവരും പറഞ്ഞ് എപ്പോഴും എന്ത് ചെയ്യണം? കത്തിക്കൊണ്ടിരിക്കണം. എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. കെട്ടുപോയ അനുഭവങ്ങളെ ഇന്ന് രാത്രി വേള ദൈവാത്മാവ് കത്തിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. എവിടെയോ കെട്ടുപോയതിനെ, എവിടെയോ അണഞ്ഞു പോയതിനെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ കത്തിക്കുക. സഹോദരി, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് അത് പറയുന്നു. അത് നിന്റെ കെട്ടുപോയ, അണഞ്ഞുപോയ, ഇനിയും ഒരു തീനാളം പോലും ഉയരില്ലെന്ന് പറഞ്ഞതിനെ എന്റെ ദൈവം കത്തിക്കുന്ന രാത്രിയാണ്. ഗ്ലോറി 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 ഗ്ലോറി. എവിടെയോ തീ കത്തിക്കുന്നു. ആമേൻ. യാഗപീഠത്തിന്റെ തീ കെട്ടുപോകാതിരിക്കുവാൻ. ആമേൻ. ഇവിടെ വായിക്കുകയാണ് യാഗപീഠത്തിന്റെ തീ എന്ത് ചെയ്യണം? അതെ, കത്തിക്കൊണ്ടേ അത് ഇരിക്കണം. അതിനെ കുറിച്ചുള്ള വിവരണങ്ങളിലേക്ക് പോയാൽ ഇന്ന് രാത്രിയിൽ അതിനുള്ള സമയം എന്റെ മുൻപിലില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് വചനപരിചാനും വചന പാണ്ഡിത്യമുള്ളവരാകുന്നുണ്ട്. എനിക്കറിയാം, അതിനെ കുറിച്ച് അറിയാമെന്ന്. ഒരിക്കൽ പോലും യാഗപീഠത്തിന്മേൽ ഇതെന്താണ്? കെട്ടുപോകാൻ ഉള്ള അതെങ്കിൽ കെട്ടുകിടക്കുന്ന ഒരു കാര്യം, ആ ഒരു പ്രമാണം അവർക്ക് കൊടുത്തിട്ടില്ല. അവരോട് പറഞ്ഞിരിക്കുന്നത് യാഗപീഠത്തിന്റെ മേൽ തീ എപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കണം. നമുക്കത് കാണുവാനായിട്ട് അതേ സാധിക്കുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അതെ, പുരോഹിതൻ എപ്പോഴും എന്ത് ചെയ്യണം? ആ തീയെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ മറ്റെന്തൊക്കെ അണഞ്ഞു പോയാലും യാഗപീഠത്തിന്റെ മേലുള്ള തീ അവിടെ അണയാൻ പാടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി, കഴിഞ്ഞ പകൽ, കഴിഞ്ഞ മാസങ്ങൾ, കഴിഞ്ഞ ആണ്ടുകളിൽ എവിടെയൊക്കെയോ തീ അണഞ്ഞു പോയ ആരൊക്കെയോ ഇതിനകത്തുണ്ടെങ്കിൽ അവരെ നോക്കി ആത്മാവ് പറയുന്നു, നിന്റെ തീ കത്തുന്ന രാത്രിക്കായി സ്തോത്രം. ജീസസ്, 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 ജീസസ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹരകലാദാർശന്ദരി മോന്താനഗ സാധന ജുഡലഗൽ ഹദനരഗദന ശാന്തനാദന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജിയോ റലവ സാന്ദരെ രാംശേ രഗൽതരെ ദിനഗദ സാന്ദനാദന റിഗൽകദന രാംതേ. ഹല്ലേലൂയ. പുരോഹിതനെ ഇന്ന് രാത്രിയിൽ രാജകീയ പുരോഹിത വർഗമായി റോയൽ പ്രിസ്റ്റ്ഹുഡിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ വിളിച്ചു മാറ്റി നിർത്തിയിരിക്കുമ്പോൾ എത്ര പേർ ആത്മാവിൽ വിളിച്ചു പറയും, അത് എന്റെ ജീവിതത്തെ അത് കത്തിക്കാനുള്ള ഒരു അധികാരമാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. കുടുംബത്തിനകത്ത് യാഗപീഠത്തിന്റെ തീ കെട്ടുകിടക്കുകയാണോ? പ്രാർത്ഥന അന്തരീക്ഷം കെട്ടുകിടക്കുകയാണോ? അല്ലെ ശുശ്രൂഷയുടെ തീ കെട്ടുകിടക്കുകയാണോ? അതെ, നിന്റെ കുടുംബാന്തരീക്ഷത്തിനകത്ത് ആത്മാവിന്റെ തീ കെട്ടുകിടക്കുകയാണോ? ഓ, ഇന്ന് രാത്രി അത് കത്തിച്ച് ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന രാത്രി സമാപന യോഗത്തിൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങളൊന്ന് വായിച്ചോട്ടെ. എനിക്ക്
വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സമയം എന്നെ അനുവദിക്കാത്തത് കൊണ്ട് 12ാമത്തെ വാക്യം. യാഗപീഠത്തിന്റെ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. താങ്ക് യു മക്കളെ, സ്തോത്രം. യാഗപീഠത്തിന്റെ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. അടുത്ത വാക്ക്, പുരോഹിതൻ ഉഷസ് തോറും അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗം സമാധാന യാഗങ്ങളുടെ മേധസ്സും ദഹിപ്പിക്കുവാനുള്ള ഒരു അതോറിറ്റി ഇന്ന് രാത്രിയിൽ പുരോഹിതനെ ദൈവം നിനക്ക് തന്നിരിക്കുകയാണ്. ഓ സ്തോത്ര. റോയങ്ങളെ നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. വിനോദ് ബ്രദറെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. വിനു ബ്രദറെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലെ സ്തോത്ര. അതേ സഹോദരി കുഞ്ഞുമോളാന്റി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. സുസ്ലാന്റി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. എന്താണ്? ഇതിന്റെ മേലെ സമാധാനത്തിന്റെ മേധസ്സിനെ ദഹിപ്പിക്കുവാൻ. എന്റെ കരങ്ങൾ ഇന്ന് പകൽ അഭിഷേകത്തിന്റെ രാത്രി കരങ്ങൾ, അഭിഷേകത്തിന്റെ കരങ്ങളാണ്. ചിലതിനെ നീ ആത്മാവിൽ ദഹിപ്പിക്കുക. ചിലരെയൊക്കെ ശുശ്രൂഷയ്ക്കായി ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് പുറത്തെടുക്കുകയാണ്. വെളിയിലേക്ക് ദൈവാത്മാവ് ചിലതിനെ പുറത്തു കൊണ്ടുവരുന്നു. Feel the anointing. നിന്റെ കരമിതിനെ ദഹിപ്പിക്കുവാൻ വെക്കേണ്ടത്. സമാധാന യാഗത്തെ സമർപ്പിക്കേണ്ട കരമാ നിന്റേത്. കൂടാരത്തിനകത്തുന്നു ഒരു സമാധാന യാഗം ഇന്ന് രാത്രി കുടുംബാന്തരീക്ഷത്തിൽ സമാധാനം കെട്ടുപോയ കുഞ്ഞ് ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ കരത്തോടെ അതിന്റെ മേൽ കൽപ്പിച്ചാട്ടെ. പുരോഹിതനാ നീ. ഈ ദൈവത്തിന്റെ കര ഇന്ന് രാത്രിയിൽ നമ്മുടെ മേൽ വച്ചിരിക്കാൻ പുരോഹിതൻ അത് അർപ്പിച്ചുകൊണ്ടേയിരിക്കണം. രാവിലെ യാഗപീഠത്തിൽ വിറക് അടുക്കി വെക്കണം. ചിലത് അടുക്കി വെക്കാൻ മറന്നുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വിട്ടുപോയ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഏറ്റുപറഞ്ഞ്, കർത്താവേ നീ എനിക്ക് ഈ ഒരു രാത്രി തരുന്നെങ്കിൽ, ഈ മാർച്ച് 30 രാത്രി 8 മണി കഴിഞ്ഞ സമയം എനിക്ക് കർത്താവ് തരുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാത്രിയില് കർത്താവ് ചിലത് അടുക്കി വെക്കും. കെട്ടുപോകാൻ തുടങ്ങിയ കനലുകളെ കത്തിക്കുവാൻ ഈ രാത്രിയിൽ എന്റെ ദൈവം നിന്നെ ഉപയോഗിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ കരുതുന്നു. വിറകടുക്കി വെക്കാൻ പോവാ കുഞ്ഞ്, വിറകടുക്കി വെക്കാൻ പോവാ, വിറകടുക്കി വെക്കാൻ പോവാ. ഒരു യാഗം കെട്ടുകിടക്കുന്നിടത്ത് യാഗപീഠത്തെ നന്നാക്കുന്ന ഒരു ശുശ്രൂഷ. യാഗപീഠത്തെ ശരിയാക്കാനായിട്ടുള്ള അധികാരം ജിതിൻ പാസ്റ്റർക്ക് മാത്രമല്ല, അതേ സ്തോത്രം മറ്റു ദൈവദാസന്മാർക്ക് മാത്രമല്ല. ഇന്ന് രാത്രിയിൽ അത് ഉടയപ്പെട്ട് കിടക്കുന്നതിനെ നേരെയാക്കി വെക്കാൻ ആരൊക്കെയോ ആത്മാവിൽ ഇന്ന് രാത്രിയിൽ തയ്യാറാകുന്നുണ്ട്. നിങ്ങളുടെ ശുശ്രൂഷ ഇന്ന് രാത്രി പുറത്തു വരുന്നുണ്ടെന്ന്, എന്റെ ദൈവദാസനെ പുറത്തു വരുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ സംസാരിക്കുന്നു. യാഗപീഠത്തിന്റെ കല്ല് നേരെയാക്കാൻ ഇവിടെ ആരുമില്ല. നിന്റെ കരങ്ങൾ കേറിയാവേ ഈ രാത്രി ശക്തി കർത്താവ് പകരുകയാ. ശനിബ്രദറെ നമ്മുടെ കരങ്ങൾക്ക് ദൈവം ശക്തി പകരുകയാ. റോയികളെ ദൈവം നമ്മുടെ കരങ്ങൾക്ക് ശക്തി പകരുക. ബീഷ ദൈവം നമ്മുടെ കരങ്ങൾക്ക് ശക്തി പകരുകയാ. സ്ഥാനം തെറ്റിക്കിടക്കുന്ന അതേ യാഗപീഠത്തിന്റെ കല്ലുകളെ ഇന്ന് രാത്രി യഥാസ്ഥാനം താക്കുവാൻ, ഒന്ന് റെസ്റ്റോർ ചെയ്യുവാൻ എന്റെ കരത്തിന് ദൈവത്തിന് കഴിയോ? എന്റെ കരത്തെ കൊണ്ട് ദൈവത്തിന് കഴിയുമെന്ന് രാത്രി ശുനിച്ച നമ്മൾ ഒരുമിച്ച് വിശ്വസിക്കുകയാണ്. ആരുമില്ലാത്തവനെ ഏകനായിട്ട് കർമ്മേലിന്റെ മുകളിലേക്ക് ഒരുവൻ കയറുകയാണ്. ചൂട ബാല ഹൽക്കദാന ശാന്തരെ തിരുവന ഹദ്ദുല വനവ ശവനെ
ചില കർമ്മേലിന്റെ മുകളിൽ കയറുന്ന ചിലരെ ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രിയിലും ദർശിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പുറകിൽ സപ്പോർട്ടില്ല, മുൻപിലില്ല. അതേ സ്തോത്രം, കുടുംബത്തിന്റെ സപ്പോർട്ടില്ല. പക്ഷേ കർമ്മേലിൽ കയറുകയാണ്. പ്രാർത്ഥനയുടെയും ആരാധനയുടെയും അഭിഷേകത്തിന്റെ ചിലർ കർമ്മേലിന്റെ മുകളിലേക്ക് കയറുന്ന റോയങ്ങളെ, ചിലർ അതിനെ കയറി പിടിക്കാൻ പോവുക. ആരേലും ഉണ്ടോ എന്ന് ചോദിച്ചല്ല ഇന്ന് രാത്രിയിൽ കയറുന്നത്. അങ്ങനെയുള്ള ഏലിയാവുമാർ ഇതിനകത്ത് ഇന്ന് രാത്രിയിൽ വന്നിട്ടുണ്ട്. കർമ്മേലിന്റെ മുകളിൽ കയറാനായിട്ട് ഇന്ന് രാത്രി വേള ഒരുവൻ മാത്രമേ തയ്യാറാകുന്നുള്ളൂ. അവൻ എന്തിനാണ് സ്തോത്രേ അവിടെ കയറാൻ ഇടയായി തീർന്നത്? അവന് പടികൾ, ഓരോ സ്റ്റെപ്പുകളും വെച്ചുകൊണ്ട് അവൻ മുൻപോട്ട് അവന്റെ കാൽച്ചുവടുകളെ വെച്ച് അവർ കയറ്റം കയറുകയാണ്. ഹല്ലേലൂയ! എത്ര പേര് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ കയറിയാൽ എനിക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു തീയുണ്ട്? ഞാൻ എന്തെങ്കിലും വിഷമസന്ധി കയറിയിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന ഒരു തീ എനിക്കുണ്ട്. എവിടെയൊക്കെ കയറിക്കൊണ്ടിരിക്കുക ഇന്ന് രാത്രി. എവിടെയോ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതോ കയറ്റങ്ങൾ ഇന്ന് രാത്രിയിലും ചിലത് കയറുന്നുണ്ട്. ആ കയറ്റങ്ങൾ ചോദിക്കുകയാണ്, സ്റ്റെപ്പുകൾ മുകളിലേക്ക് വെക്കുമ്പോൾ ചോദിക്കുന്നു, അപ്പോ അങ്ങ് എന്നെ അറിയുന്നില്ലേ, അങ്ങെന്നെ കാണുന്നില്ലേ, അങ്ങന്റെ മനസ്സറിയുന്നില്ലേ എന്ന് ചോദിക്കുന്നെങ്കിൽ കയറുന്നിടത്തേക്ക് ഉയരത്തിൽ നിന്ന് വെളിപ്പെടുന്ന ഒരു തീ ഇന്ന് രാത്രിയിൽ ഇറങ്ങുന്നു. നീ കയറിയാൽ ആരും കയറാൻ കൂടെ കാണത്തില്ല, ആരും നിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ കാണത്തില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ ഉറപ്പോടെ പറയാം, അഭിഷിക്തനെ, നീ കയറിയിട്ടുണ്ടെങ്കിൽ, കർമ്മേലിലേക്ക് നീ കയറിയിട്ടുണ്ടെങ്കിൽ നിന്റെ മേൽ ഇറങ്ങുന്ന ഒരു തീയെ ഇന്ന് രാത്രിയിൽ ഞാൻ വെളിപ്പെടുത്തുന്നു. ഈ രാത്രി വേള നമ്മൾ പറഞ്ഞാട്ടെ, കർത്താവേ, ഞാൻ കയറിക്കൊണ്ടിരിക്കുക. ജെസ്സി എന്തൊക്കെയോ വിഷയങ്ങൾക്ക് സഹിച്ചാൽ ഞാൻ കയറിക്കൊണ്ട്, വിനോഷ് ബ്രദറെ, ഞാൻ കയറിക്കൊണ്ടിരിക്കുക. റീന സിസ്റ്ററെ, എനിക്ക് ഈ കയറ്റത്തില് എനിക്ക് ആരുമില്ല. എന്റെ ലൈഫ് മുഴുവൻ കയറ്റം മാത്രമേ ഉള്ളൂ. ഈ മലമുകളിലേക്കുള്ള കയറ്റം എത്ര നാളായി വിനോദ ഞാൻ തുടങ്ങിയിട്ട് എന്റെ ദൈവം എന്നെ അറിയുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ശരി സിസ്റ്ററെ, ഈ രാത്രിയിൽ ആത്മ വെളിപ്പാടോടെ ഞാൻ പറയട്ടെ, തീ വെളിപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞു. നിന്നെ മാത്രം കാത്തിരിക്കുന്ന കർമ്മേലിന്റെ കൊടുമുടി. എന്റെ കുഞ്ഞ്, നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു തീ. താമസിക്കല്ലേ, താമസിക്കല്ലേ, പിടിച്ചാട്ടെ, പിടിച്ചാട്ടെ. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നെങ്കിൽ എഴുന്നേറ്റ് നിന്നു. ചിലരെ ഇന്ന് രാത്രി സ്പർശിക്കുകയാണ്. സമയം പാഴാക്കല്, നിനക്ക് വേണ്ടി തീ വെയിറ്റ് ചെയ്യുന്നു. എന്റെ കുഞ്ഞ് കയറി വരുന്നുണ്ട്. അവൻ ഈ വിഷമസന്ധിയെ തരണം ചെയ്ത് കടന്നു വരുന്നുണ്ട്. അവൻ എവിടെയോ തരണം ചെയ്ത് കയറി വരുന്നുണ്ട്. വിനോഷ് ബ്രദറെ, റോയങ്ങളെ, അവൻ കയറി വരുന്നുണ്ട്. അവന്റെ മേൽ പകരാനായി തീ. ബാലിന്റെ പ്രവാചകന്മാർ 400 ഉണ്ടെങ്കിലോ 450 ഉണ്ടെങ്കിലോ 800 ഉണ്ടെങ്കിലോ ഇന്ന് രാത്രിയിൽ ഈ തീ
ആൾപ്പെരുപ്പം കണ്ട ആളുകളുടെ എണ്ണം കണ്ട് ദൈവപ്രവൃത്തി തടയപ്പെട്ടു പോകത്തില്ല കുഞ്ഞെ. ആ ശത്രു പ്രബലനായിക്കോട്ടെ, ഈ തീയുടെ മുൻപിൽ ചിലതിന്റെ രാത്രിയിൽ കത്തിച്ചാമ്പലായി പോകുക. ശക്തിയോടെ ഇന്ന് രാത്രികളെ ആരാധിച്ച് കർമ്മേലിന്റെ കൊടുമുടിയിൽ ഇന്ന് രാത്രി കേറിയവനെ നിനക്ക് വേണ്ടി തീ വെയിറ്റ് ചെയ്യുന്നു. ഈ തീ ഇന്ന് രാത്രി വേണം. അത് അവനെ നോക്കി ഇറങ്ങുകയാണ്. യാഗപീഠത്തിന്റെ കല്ലുകളെ നേരെയാക്കിയവന് വേണ്ടി ചില തീയെന്ന് തൊട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാത്രിയിൽ അവൻ അഭിഷേകത്തെ പ്രാപിക്കുന്നതിനായി വെറുതെയല്ല നീ ഉപവാസം എടുത്ത് കേട്ടോ. ഈ 7 ദിവസം ഉപവാസം എടുത്തത് വെറുതെയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കർമ്മേൽ എനിക്ക് തന്നത് എന്തിനാ അപ്പാ എന്ന് ചോദിച്ചില്ലേ കുഞ്ഞെ? ഈ കർമ്മേൽ നിനക്ക് ഞാൻ തന്നത് എന്തിനാണെന്ന് അറിയാമോ? നിന്നെ മാത്രമായി ഇവിടെ നിർത്തി എനിക്കൊരു തീ ഇറക്കാനുണ്ട്. നിന്നെ മാത്രം ഇവിടെ നിർത്തിക്കൊണ്ട്, നിന്നെ മാത്രം ഈ മലമുകളിൽ നിർത്തിക്കൊണ്ട്, നിന്നെ മാത്രം ഈ പർവ്വതത്തിനകത്തേക്ക് വലിച്ചു കയറ്റി എനിക്കൊരു തീയെ പകരാൻ ഇത് നിന്നെ തൊടാൻ മാത്രം ഇറങ്ങി വരുന്നത്. 150 പേരെ 1500 പേരെ അല്ലേ എലിയാവേ ഇന്ന് രാത്രിയിൽ നിന്നെ തൊടാൻ. നിന്റെ ശുശ്രൂഷയുടെ സമയമായി കൊണ്ടോ, ചിലരുടെ ശുശ്രൂഷയുടെ സമയമായി, ചിലരുടെ ശുശ്രൂഷയുടെ സമയമായിട്ടുണ്ട്, പുറത്തു വരാൻ സമയമായിട്ടുണ്ട്. 400 പ്രവാചകന്മാരോ 850 പ്രവാചകന്മാരോ ഇന്ന് എനിക്ക് വിരോധമായി എഴുന്നേറ്റാലോ തീ തൊടുന്നത് എന്നെയാ. തീ ഇറങ്ങുന്ന യാഗപീഠം അത് എന്റേതാ. എന്റെ യാഗപീഠത്തിനകത്ത് ആ തീ ഇന്ന് രാത്രി വെളിപ്പെട്ട് കഴിഞ്ഞ് എവിടെയോ നിന്നവനെ വിളിച്ചു വേർതിരിച്ചു കൊണ്ടുവന്ന് ഇന്ന് മലമുകളിൽ കയറ്റി നിർത്തിയിട്ട് മറ്റുള്ളവർ നാണം കെടുത്തി, മറ്റുള്ളവരെ വേറെ ചൂണ്ടി ലജ്ജിതനായി തലതാട്ടി ഇറങ്ങാനല്ല ഇവിടെ നിർത്തിയിരിക്കുന്നത്. കയറിയവന് തീ ഇറങ്ങും. കയറിയവന് വേണ്ടി തീ ഇറങ്ങാൻ പോവാ. ഇന്ന് രാത്രി തീ തൊട്ടാട്ടെ. കർത്താവേ, ചിലത് നട്ടിയില്ലേ, ആരും കാണാതെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ, ആരും കാണാതെ അഭിയാചന കഴിച്ചില്ലേ, ആരും കാണാതെ ചിലർക്ക് ചിലത് പകർത്തു കൊടുത്തില്ലേ. ഇന്ന് രാത്രിയിൽ എന്റെ അഭിഷിക്തനെ എന്റെ കർത്താവ് അത് കാണുന്നുണ്ട്. അതുകൊണ്ട് തീ നിനക്ക് മറഞ്ഞിരിക്കുകയല്ല. നിന്റെ യാഗപീഠത്തിന്റെ തീ ഇന്ന് രാത്രിയിൽ ഇറങ്ങിയേ പറ്റൂ. തീ ഇറങ്ങിയേ പറ്റൂ. തീ ഇറങ്ങിയേ പറ്റൂ. ആ യാഗപീഠം മണ്ണും വരെ ദഹിപ്പിക്കുന്ന ഒരു തീ. നീ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഏത് അന്ധകാര ശക്തിയുടെ ആണെങ്കിലും, ഏത് പൈശാചിക മണ്ഡലം വിളയാടുന്നതാണെങ്കിലും ഇന്ന് രാത്രിയിൽ തീ മണ്ണിനെ ദഹിപ്പിക്കുന്നു. ആരുടെയൊക്കെയോ മണ്ണിന്റെ മേലുള്ള അധികാരം ചിലത് വാതുകെട്ടി നാളുകളായി നിൽക്കുന്നു. ആ മണ്ണിന്റെ മേൽ ഇന്ന് രാത്രിയിൽ തീ
നിന്റെ മണ്ണ് നിനക്ക് അവകാശമുള്ളതാണ്. തീ ഇറങ്ങി മണ്ണിനെ ദഹിപ്പിക്കുന്നു. ഓ അഭിഷിക്തനെ, ഈ തീ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി, ഈ മണ്ണ് നിനക്ക് അവകാശമായിട്ടുള്ളതാണ്. ഏത് വ്യക്തി അവകാശം പറഞ്ഞാലോ, ഏത് മന്ത്രവാദികളോ ശകുനവാദികളോ നിനക്ക് വിരോധമായി എഴുന്നേറ്റാലോ, ഈ മണ്ണിനെ ദഹിപ്പിക്കുന്ന തീ receive. Oh, Prabhishate, 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 Prabhishate. ഈ മണ്ണ് ദഹിപ്പിക്കുന്ന തീയുണ്ടോ? അപ്പാ, ഇത് ദഹിപ്പിക്കുവോ? ഇതിനെ ശുദ്ധീകരിച്ച് ദഹിപ്പിക്കുന്ന ഒരു തീ ഇറങ്ങുക. നിന്റെ യാഗവീട കത്തിക്കൊണ്ടിരിക്കുക, യാഗവീട കത്തിക്കൊണ്ടിരിക്കുക, യാഗവീട കത്തിക്കൊണ്ടിരിക്കുന്നവന് വേണ്ടി ഈ രാത്രി വേള ആ തീ വെളിപ്പെട്ട് കഴിഞ്ഞു. ഓ റബ സന്തന, വെള്ളം വറ്റിച്ചുകൊണ്ട് മണ്ണിന്റെ മേലുള്ള അവകാശവാദങ്ങളെ തകർത്തുകൊണ്ട് ഈ രാത്രി തീ വെളിപ്പെട്ടു. അടങ്ങി നിൽക്കാൻ കഴിയാത്തതുപോലെ, കാലുകൾ നിലത്തുറക്കാത്തതുപോലെ ഇന്ന് രാത്രിയിൽ ആ തീയുടെ വലിയ അഭിഷേകം. ഏഴാമത് ദിവസത്തിന്റെ സമാപന യോഗത്തിൽ യാഗപീഠത്തിന്റെ തീ കത്തിക്കൊണ്ടിരിക്കും. കെട്ടുപോകത്തില്ല. അങ്ങിപ്പോയ ആരോ പറഞ്ഞു, ഇല്ല, ഞാൻ വാങ്ങുകയില്ല, ഞാൻ അതേ സ്തോത്രം പറഞ്ഞിരിക്കുകയില്ല, ഞാൻ ക്ഷീണിച്ചു പോകത്തില്ല. Hallelujah, hallelujah, hallelujah. Rabala hadana rabala shande regane dinaga nantana hokava nakshava nantal thanaga ragada sande dura shigane rabalaga ragade ramshe regane. എന്റെ കുടുംബാന്തരീക്ഷത്തിൽ തീ ഇറങ്ങുന്നുണ്ടല്ലോ, എന്റെ കുഞ്ഞുങ്ങളുടെ മേലെ തീ ഇറങ്ങുന്നുണ്ടല്ലോ. കത്തിക്കൊണ്ടിരിക്കണം, കത്തിക്കൊണ്ടിരിക്കണം. പുരോഹിതനെ നീശ്വരത അടുക്കി വെച്ചാട്ടെ. ലോകം കത്തിച്ച തീ കണ്ട് ഇന്ന് രാത്രിയിൽ ഭയപ്പെടരുത്. ലോകം ഏതെങ്കിലും വിഷയത്തിൽ തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ തീ കണ്ട് ഭയപ്പെടരുത്. ഓഹോ, എനിക്ക് എന്റെ അകത്ത് തീയാന്ന് ആരും പറയല്ലേ. ലോകം കത്തിച്ച തീ കണ്ടിന്ന് രാത്രിയിൽ വിരളി പൂണ്ട് അതെ മടുത്തിരിക്കാനല്ല പറഞ്ഞാട്ടെ. ലോകം കത്തിച്ച് തീക്കത്തോട്ട് പ്രായബാലന്മാരെ അങ്ങോട്ട് വിട്ടപ്പോൾ അവർ കെട്ടഴിഞ്ഞു നടന്നു എന്നാ പറയുന്നത്. ലോകം കത്തിച്ച് തീക്കകത്ത് കെട്ടഴിഞ്ഞ് നടക്കാനുള്ള ഒരു തീയുടെ അനോയിന്റിംഗ് ഈ സ്തോത്ര പ്രാർത്ഥനയുടെ സമാപന അതേ നിമിഷം കർത്താവ് പകരുകയാണ്. വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ലോകം കത്തിച്ച തീക്കകത്ത് കെട്ടപ്പെട്ടവരായിട്ടല്ല നടക്കുന്നത്, കെട്ടഴിഞ്ഞവരായിട്ട് നടക്കാൻ പോകും. കെട്ടഴിഞ്ഞു നടന്നു, കെട്ടഴിഞ്ഞു നടന്നു. ലോകം എത്ര തീ കത്തിച്ചാലും അതിന്റെ നടുവിൽ കെട്ടഴിഞ്ഞു നടക്കും. നിനക്ക് അധികാരം ദൈവം തന്നിരിക്കുന്ന കെട്ടാൻ. കെട്ടഴിഞ്ഞു നടക്കുകയാണ്. ലോകം കത്തിയ തീക്കകത്തിന്റെ ശക്തി 7 മടങ്ങ് വർദ്ധിച്ചപ്പോൾ ഇതാ യൗവനക്കാരായ ബാലന്മാർ കെട്ടഴിഞ്ഞു നടക്കുന്നു. യാഗപീഠത്തിനകത്ത് തീ കത്തിച്ച അതേ കത്തിക്കൊണ്ടിരിക്കുന്ന തീ ഉണ്ടെങ്കിൽ കുഞ്ഞെ ലോകം കത്തിക്കുന്ന തീയെ കണ്ട് നീ ഭയപ്പെടത്തില്ല. അതിനകത്ത് കെട്ടഴിയപ്പെട്ടവനായി, കെട്ടഴിഞ്ഞവനായി. ആ തീയുടെ കെട്ടുമ്പത്തിനോ അഴിക്കാൻ പോകണ്ട. ആര് കത്തിച്ചാലോ അതിനകത്ത് നീ പോയി നിൽക്കുമ്പോൾ കെട്ടഴിഞ്ഞവനായി. ഓ, നീ അതിനകത്ത് നിൽക്കുമ്പോൾ കെട്ടഴിഞ്ഞവനായി.
നിന്നെ ഇട്ടവരുടെ കണ്ണുകൾ കാണത്തക്ക നിലയിൽ അഴിയപ്പെട്ട നിലയിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. രാത്രിയിലും ചിലർക്കെതിരെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ, ചിലർക്കെതിരെ ചില തീയുടെ മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആത്മാവ് പറയുന്നു, നീ അതിനകത്ത് കേട്ടഴിഞ്ഞവനായി നടക്കൂ, കേട്ടഴിഞ്ഞവനായി നടക്കും. സാന്നിധ്യത്തിന്റെ മുൻപിൽ ഞാൻ മക്കളിനെ ദീർഘിപ്പിക്കുന്നത് അവസാനിപ്പിക്കുന്നു. യാഗപീഠത്തിന്റെ തീ കത്തിക്കൊണ്ടിരിക്കട്ടെ. മുകളിലേക്ക് കയറിയവന് വേണ്ടി ഇറങ്ങുന്ന തീയായി തീരട്ടെ. ആ ലോകം കത്തിയ തീയുടെ മുൻപിൽ കെട്ടഴിഞ്ഞവനായി നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിലും അഴിയപ്പെട്ട, കെട്ടഴിഞ്ഞു ഈ തീക്കകത്ത് നടക്കുന്നത്. ലോകം ചുറ്റി കത്തിക്കുമ്പോൾ അതിന്റെ നടുവിൽ കെട്ടഴിഞ്ഞവനായി, അഴിഞ്ഞവനായി. നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ, നമുക്ക് അവസാനിപ്പിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. എത്ര ദൈവമക്കൾ ആത്മനിറവോടെ ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയും, കർത്താവേ, തീ എന്റെ ജീവിതത്തിൽ കത്തി. ഹല്ലേലൂയ. എവിടെയൊക്കെയോ ഏതൊക്കെയോ മേഖലകളിൽ ഇന്ന് രാത്രിയിൽ ആ വലിയ ജയം സംഭവിച്ചിരിക്കുക, രോഗശാന്തി സംഭവിച്ചിരിക്കുക. ദുഷ്ടൻ കൊണ്ടുവന്ന ചില തീയമ്പുകളുടെ എല്ലാ മുനകളെയും ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ തീ ഇന്ന് രാത്രിയിൽ തകർത്തിരിക്കുക. ഓ പൈശാചിക മുഖങ്ങൾ, മണ്ഡലങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ വെട്ടിമാറ്റിയിരിക്കുക. ഹല്ലേലൂയ. ഓ റബ സന്തൽദരെ റിഗത്തുന വനഹ ശാന്തനാദന ഏൽപ്പിച്ചിട്ട് പറഞ്ഞാട്ടെ, കർത്താവേ, ഞാൻ ഈ പ്രാർത്ഥനയുടെ മലമുകളിൽ ഞാൻ കയറി നിൽക്കുകയാണ്. ആരാധനയ്ക്ക് വേണ്ടി ഞാൻ ഇന്ന് രാത്രിയിൽ കയറി നിൽക്കുകയാണ്. എനിക്ക് വേണ്ടി ഒരു തീ ഇന്ന് രാത്രിയിൽ വെളിപ്പെടുന്നു. അത് ആർക്കു വേണ്ടിയാ? എനിക്ക് വേണ്ടി തന്നെ. എന്റെ അയൽവക്കക്കാരന് വേണ്ടിയല്ല, ഈ മലമുകളിൽ കയറിയിരിക്കുന്ന എനിക്ക് വേണ്ടിയാണ് ഈ രാത്രി തീ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സഹോദര, നിനക്ക് വേണ്ടി, ഓ സഹോദരി, നിനക്ക് വേണ്ടി, കുഞ്ഞ്, നിനക്ക് വേണ്ടി ആ തീയെ ഇന്ന് രാത്രിയിൽ നമുക്കൊന്ന് തൊടാം. ഹല്ലേലൂയ. റാംധേ റവക്ഷതനം ബൗഡന രഗൽഖദന റാംധേനി സാധനാര ജുഡാരവ രഗൽഖദന റാംഷദന. എല്ലാ ദൈവമക്കളും ആത്മാവിൽ ഒരു മിനിറ്റ് കൂടെ ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട്